ദേവീ മഹാത്മ്യം പ്രഥമചരിതം, മധ്യമചരിതം, ഉത്തമചരിതം എന്ന് മൂന്നായി വിഭജിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു. പ്രഥമചരിതം എന്ന് പറഞ്ഞാൽ 1-ാം അധ്യായം, മധ്യമചരിതം 2, 3, 4 അധ്യായങ്ങൾ, ഉത്തമചരിതം 5 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ. ഇവിടെ ഉത്തമചരിതം ആരംഭിക്കുകയാണ്. ശുംഭൻ എന്നും നിശുംഭൻ എന്നും പേരുള്ള 2 അസുരന്മാർ 10,000 വർഷക്കാലം ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രസന്നനായി അവർക്ക് അവർ ആഗ്രഹിച്ച എല്ലാ വരങ്ങളും ദാനം ചെയ്തു. ആ അസുരന്മാർ സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള അഹങ്കാരം കൊണ്ട് ശചീപതിയായ ഇന്ദ്രന്റെ 3 ലോകങ്ങളും യജ്ഞഭാഗങ്ങളും അപഹരിച്ചു. ശുംഭനിശുംഭന്മാരുടെ പൂർവ്വകഥ ഇതിനകത്ത് പറയുന്നില്ല. മറ്റു പുരാണങ്ങളിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ഇവർ കശ്യപ പ്രജാപതിക്ക് ദിതിയിൽ ജനിച്ച പുത്രന്മാരാണെന്ന് ദേവീ ഭാഗവതത്തിൽ പറയുന്നു. പാതാളത്തിൽ ജനിച്ചു വളർന്ന ഈ അസുരന്മാർ യൗവനാരംഭത്തിൽ ഭൂമിയിലെത്തി. അന്നപാനാദികൾ ഉപേക്ഷിച്ച് ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് 10,000 വർഷക്കാലം ഉഗ്രമായ തപസ് അനുഷ്ഠിച്ചു. തപസ് കൊണ്ട് പ്രസന്നനായ ബ്രഹ്മാവ് പ്രത്യക്ഷനായി എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അമരത്വമാണ് അവർ ആവശ്യപ്പെട്ടത്. അത് ബ്രഹ്മാവ് പക്ഷെ അംഗീകരിച്ചില്ല. അപ്പോൾ സ്ത്രീയുടെ ശരീരകോശത്തിൽ നിന്നുണ്ടായവളും അയോനിജയുമായ ഒരു സ്ത്രീയാൽ മാത്രമേ കൊല്ലപ്പെടാവൂ എന്ന വരം അവർ ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് ആ വരം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. വരബലം കൊണ്ട് അഹങ്കരിച്ച ശുംഭനിശുംഭന്മാർ ശുക്രാചാര്യരുടെ പൗരോഹിത്യം സ്വീകരിച്ചു. ശുംഭൻ ദൈത്യ ചക്രവർത്തിയായി അഭിഷിക്തനായി. അവർ ഭൂമിയും സ്വർഗവും കീഴടക്കി ഇന്ദ്രനെയും കുബേരനെയും മറ്റു ദിക്പാലകന്മാരെയും സ്ഥാനഭ്രഷ്ടരാക്കി ആ സ്ഥാനങ്ങൾ കൈവശപ്പെടുത്തി. ഈ ഘട്ടത്തിലാണ് ഉത്തമചരിതം ഇവിടെ ആരംഭിക്കുന്നത്. ഉത്തമചരിതം പഞ്ചമോധ്യായാം ദേവീദൂത സംവാദാം ഋഷീരുവാചാം പുരാ ശുംഭനിശുംഭാഭ്യാം അസുരാഭ്യാം ശചീപദേ ത്രൈലോക്യം യജ്ഞഭാഗാശ്ച ഹൃദാ മദബലാശ്രയാത്. ഉത്തമചരിതം 5-ാം അധ്യായം, ദേവീദൂത സംവാദം. ഋഷീരുവാച, ഋഷി പറഞ്ഞു, പുരാ ശുംഭനിശുംഭാഭ്യാം അസുരാഭ്യാം ശചീപദേ ത്രൈലോക്യം യജ്ഞഭാഗാശ്ച ഹൃദാ മദ ബലാശ്രയാത്. പുര എന്ന് പറഞ്ഞാൽ പണ്ട്. ശുംഭനിശുംഭാഭ്യാം അസുരാഭ്യാം, ശുംഭൻ നിശുംഭൻ എന്ന 2 അസുരന്മാരാൽ മദബലാശ്രയാത്, മദത്തെയും ബലത്തെയും ആശ്രയിക്ക ഹേതുവായിട്ട് ശചീപദേ, ശചീപതിയായ ഇന്ദ്രന്റെ ത്രൈലോക്യം 3 ലോകങ്ങളും യജ്ഞഭാഗാച്ച, യജ്ഞത്തിൽ നിന്ന് ലഭിക്കേണ്ട ഹവിർഭാഗവും ഹൃദ എന്ന് പറഞ്ഞാൽ അപഹരിച്ചു. പണ്ട് ശുംഭൻ നിശുംഭൻ എന്ന 2 അസുരന്മാർ അഹങ്കാരവും ബലവും മൂലം ഇന്ദ്രന്റെ അധികാരത്തിൽപ്പെട്ട 3 ലോകങ്ങളും യജ്ഞഹവിർഭാഗങ്ങളും കൈയടക്കി. താവേവ സൂര്യതാം തദ്വദ് അധികാരം തഥൈന്ദവം കൗബേരമധയാമ്യം ചാം ചക്രാദേ വരുണസ്യ ചാം. താവേവ സൂര്യതാം തദ്വദ് അധികാരം തഥൈന്ദവം കൗബേരമധ യാമ്യം ചാം ചക്രാദേ വരുണസ്യ ച. തൗ ഏവ അവർ ഇരുവരും സൂര്യതാം സൂര്യതയെയും തദ്വത് അപ്രകാരം ഐന്ദവം ഇന്ദുവിൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെയും തഥ അപ്രകാരം കൗബേരം കുബേരനെ സംബന്ധിച്ചതും യഥാ യാമ്യം ച യമനെ സംബന്ധിച്ചതും വരുണസ്യ ച വരുണൻ്റെയും അധികാരം ചക്രാതെ അധികാരത്തെ ചെയ്തു പോന്നു. അവർ ഇരുവരും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കുബേരൻ്റെയും യമൻ്റെയും വരുണൻ്റെയും അധികാരങ്ങൾ കവർന്ന് തങ്ങൾ തന്നെ നടത്തിപ്പോന്നു. സൂര്യൻ്റെ അധികാരത്തിൽപ്പെട്ട ഉദയാസ്തമയങ്ങളും പകലും രാത്രിയും തുടങ്ങി ഇരുട്ടും വെളിച്ചവും വിതരണം ചെയ്യലും സ്വയം ഏറ്റെടുത്ത് നടത്തി. അതുപോലെ ഔഷധികളെ പോഷിപ്പിക്കുന്ന ചന്ദ്രൻ്റെ പ്രവർത്തനങ്ങളും അവർ ഏറ്റെടുത്തു. ധനത്തിൻ്റെ നിയന്ത്രണം കുബേരനിൽ നിന്ന് അവർ കൈയടക്കി. യമന്റെ ചുമതലയിൽപ്പെട്ട മൃത്യു, കർമ്മഫലങ്ങളുടെ വിഭജനം, ദണ്ഡനീതി എന്നിവയും വരുണന്റെ അധികാരത്തിൽപ്പെട്ട ജനങ്ങളുടെ ഭരണവും പാശബന്ധനാദികളും ശുംഭനിശുംഭന്മാർ തന്നെ നടത്താൻ തുടങ്ങി. താവേവ പവനർത്ഥിം ചാം ചക്രദുർവന്യകർമ്മ ചാം തതോ ദേവാ വിനിർധൂതാം ഭ്രഷ്ടരാജ്യാപരാജിതാം. താവേവ പവനർത്ഥിം ച ചക്രദുർ വന്നി കർമ്മചാം തതോ ദേവാ വിനിർധൂത ഭ്രഷ്ടരാജ്യ പരാജിത. തൗ ഏവ അവർ ഇരുവരും പവനർത്ഥിം ച പവനൻ്റെ ഋദ്ധിയെയും അല്ലെങ്കിൽ വായുവിൻ്റെ സമ്പത്തിനെയും അല്ലെങ്കിൽ അധികാരത്തെയും വന്യകർമ്മച്ച അഗ്നിയുടെ കർമ്മങ്ങളെയും ചക്രതു ചെയ്തു. തഥാ പിന്നെ പരാജിതരായി ഭ്രഷ്ടരാജ്യ രാജ്യം പോയവരായ ദേവദേവന്മാർ വിനിർധൂത ധിക്കരിക്കപ്പെട്ടവരായി.
ആ രണ്ടുപേരും തന്നെ വായുവിൻ്റെ അധികാരവും അഗ്നിയുടെ കർമ്മങ്ങളും നിർവഹിച്ചു. അപ്പോൾ അവരാൽ തോൽപ്പിക്കപ്പെട്ട ദേവന്മാർ പരാജിതരും സ്വസ്ഥാനഭ്രംശം വന്നവരും രാജ്യം പോയവരും സ്ഥാനഭ്രംശം മൂലം ധിക്കരിക്കപ്പെട്ടവരും ആയിത്തീർന്നു. അപ്പോൾ പ്രപഞ്ച പ്രവർത്തനത്തിന് ചുമതല അഷ്ടദിക്പാലകന്മാർക്കാണ്. അവരിൽ സൂര്യൻ, വരുണൻ, കുബേരൻ, യമൻ, വായു, അഗ്നി എന്ന 6 ദിക്പാലകന്മാരുടെ അധികാരങ്ങൾ ശുംഭനിശുംഭന്മാർ കവർന്നെടുത്തു.